മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വികസനത്തിന്റെ വലിയ വലിയ നാളുകളാണ് ഇനി വരാനായിട്ടിരിക്കുന്നത്. ഒരുപാട് ഷോപ്പിംഗ് മോളുകളും അതുപോലെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണയിൽ സെക്യൂറ സെൻട്രൽ മാള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു മാള് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇനി നേരെ തിരൂരിലേക്ക് പോവുകയാണെങ്കിൽ തിരൂർ ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ടാണ് നമ്മുടെ നെസ്റ്റോടെ ഒരു വലിയ ഔട്ട്ലെറ്റ് അവർ ഓപ്പൺ ചെയ്തത്. അത് ഇനാഗുറേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം 2025 കൂടിയിട്ട് ആ ഒരു ഹൈപ്പർ മാർക്കറ്റും തുറന്ന് പ്രവർത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയധികം വികസനം മലപ്പുറത്ത് മാത്രം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ വീണ്ടും ഒരു മാള് നമ്മുടെ മലപ്പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണെന്നറിയോ, നമ്മുടെ മലപ്പുറത്ത് നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഹൈലൈറ്റ് സെന്റർ ആണ് ഏറ്റവും പുതിയതായിട്ട് മലപ്പുറത്ത് തുറക്കാനായിട്ട് പോകുന്നത്. ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ കാര്യം പറയുവാണെങ്കിൽ ഫോക്കസ് മാളിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കോഴിക്കോട് ഏറ്റവും പ്രമുഖ ഹൈലൈറ്റ് മാള്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ ഇപ്പം തുറക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഹൈലൈറ്റ് മാൾ തൃശ്ശൂർ അറിയാലോ. അപ്പോൾ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ഓപ്പണിംഗ് ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒഫീഷ്യലായിട്ട് അവർ ഇനാഗുറേഷൻ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഹൈലൈറ്റ് മാളും തുറക്കുന്നതാണ് തൃശ്ശൂരിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പറഞ്ഞ നമ്മുടെ മണ്ണാർക്കാടുള്ള ഹൈലൈറ്റ് സെന്റർ. അപ്പോൾ ഈ ഹൈലൈറ്റ് സെന്ററും ഹൈലൈറ്റ് മാളും തമ്മിൽ വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ നിലമ്പൂര് ഹൈലൈറ്റ് സെന്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഒരു മിഡ് സൈസ് സിറ്റിയിലായിട്ടാണ് അവർ ഹൈലൈറ്റ് സെന്റർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു മാളിന്റെ വലിപ്പവും നമുക്കൊരു മാളിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് സെന്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിലമ്പൂർ അങ്ങനെ പുതിയൊരു എന്താ പറയുക ഹൈലൈറ്റ് സെന്ററും കൂടെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്നും സംഭവിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തിയേറ്റർ വരുമോ? യെസ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മണ്ണാർക്കാടുള്ള ഹൈലൈറ്റ് സെന്ററിൽ അവർ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മൾട്ടിപ്ലക്സ് തിയേറ്റർ വരും എന്നുള്ള കാര്യം. പക്ഷേ ഇവിടുത്തെ കാര്യം ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാര്യം ഹൈലൈറ്റ് സെന്റർ ആണ്, അത്യാവശ്യം ഏരിയ ഉള്ള ഒരു ഷോപ്പിംഗ് മാൾ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്ന് പറയുമ്പോൾ അത് ഹൈലൈറ്റിന്റെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള പലാക്സി സിനിമാസ് ആണ് വരാനായിട്ട് പോകുന്നത്. കോഴിക്കോടാണ് ആദ്യമായിട്ട് പലാക്സി സിനിമാസ് ഓപ്പൺ ചെയ്തത്. അവിടാണ് കേരളത്തിലെ ആദ്യത്തെ എപ്പിക് തിയേറ്ററും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നിലമ്പൂരിൽ ഈ ഒരു ഹൈലൈറ്റ് സെന്റർ വരുന്നതോട് കൂടിയിട്ട് എന്തായാലും അവിടെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ വലിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് കാണാണ്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഹൈലൈറ്റ് ഗ്രൂപ്പ് ഇനിയും കുറേ അധികം സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിലമ്പൂരും തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.